നമ്മുടെ പീക്കിരിക്കുട്ടന് വേണ്ടിയിട്ട് ഒരാൾ 2 വട്ടം നമ്മുടെ വീട്ടിൽ വന്നു പോയി കേട്ടോ. പീക്കിരിക്കുട്ടന് വേണം എന്ന് പറഞ്ഞിട്ട്. എന്താ വേണ്ടത്? പീക്കിരിക്കുട്ടനെ കൊടുക്കണോ? അപ്പോൾ പീക്കിരിക്കുട്ടനും ബബിളിക്കുട്ടനൊക്കെ എപ്പോഴും രാവിലെയും വൈകുന്നേരമൊക്കെ ഇങ്ങനെ മുറ്റത്ത് കളിക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് എന്നോട് പറയും കേട്ടോ, അങ്ങനെ ഈ പൂച്ചക്കുട്ടിയെ ഞാൻ കൊണ്ടുവിട്ടോ, അത് എനിക്ക് വേണം കേട്ടോ എന്നൊക്കെ പറയാം. അപ്പം ഞാനതൊരു തമാശയായിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാനങ്ങനെ ചിരിച്ച് കളയുകയാണ് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ ഇതാ കാര്യമായിട്ട് ചോദിക്കുകയാണ് കേട്ടോ, നമ്മുടെ പീക്കിരിക്കുട്ടനെ തരുമോ എന്ന് ചോദിച്ചിട്ട് നമ്മുടെ വീട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പം ഞാൻ മുമ്പൊക്കെ പൂച്ചക്കുട്ടികളെ അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അന്നൊക്കെ നമ്മുടെ ഓരോ സാഹചര്യം കാരണം കൊണ്ടാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത്. കാരണം 10-36 പൂച്ചകളെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കാത്ത കാര്യമായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മൾ കുറേ പൂച്ചക്കുട്ടികളെ അങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം അതുപോലെ ഇനിയിപ്പോൾ ഈവനിങ് കിട്ടുമോ എന്ന് ചോദിച്ചിട്ട് വന്നതാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഇല്ല എന്ന് പറഞ്ഞു കേട്ടോ. ഞാൻ പീക്കിരിക്കുട്ടനെ എന്ത് തരണില്ല, നമുക്കിനി അങ്ങനെ കൊടുക്കാൻ നമ്മുടെ വീട്ടിൽ 5-6 പൂച്ചകളേ ഉള്ളൂ. അപ്പോൾ അവരിവിടെ തന്നെ ഇരുന്നോട്ടെ എന്നാണ് കേട്ടോ ഞാൻ വിചാരിക്കുന്നത്. ഇനി ആരെയും കൊടുക്കണമെന്നില്ല. പിന്നെ നമ്മുടെ പീക്കിരിക്കുട്ടനൊക്കെ നമ്മൾ എങ്ങനെ കൊടുക്കാനാണ്? അവനൊക്കെ അവൻ്റെ ഇഷ്ടത്തിന് ഇവിടുന്ന് പോയാലേ ഉള്ളൂ കേട്ടോ. ഇല്ലെങ്കിൽ ഈശ്വരൻ വിളിക്കുമ്പോൾ പോയ അത്രയേ ഉള്ളൂ. അല്ലാതെ നമ്മളിനി നമ്മുടെ പീക്കിരിക്കുട്ടനെയോ ബബിളിക്കുട്ടനെയോ ഒരു പൂച്ചയും നമ്മൾ കൊടുക്കില്ല. അപ്പോൾ എനിക്ക് ഒരിക്കലും പൂച്ചക്കുട്ടികളെ കൊടുക്കാൻ ഇഷ്ടമുണ്ടായിട്ടൊന്നല്ല കേട്ടോ ഞാൻ മുമ്പൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ സാഹചര്യം കാരണം കൊണ്ട് നമ്മൾ കൊടുത്തതാണ്. നമ്മളൊരു ചെറിയ വീട്ടിൽ ആ കോമ്പൗണ്ടിൽ വളർത്താൻ പറ്റണം, അത്രയല്ലേ വളർത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാ എൻ്റെ മടിയിൽ നിന്നൊക്കെ ഇറങ്ങിപ്പോയിട്ട് നമ്മുടെ പീക്കിരിക്കുട്ടനും ബബിളിക്കുട്ടനും കൂടി അടി തുടങ്ങി കേട്ടോ. ഇതിനാണ് ഇപ്പോൾ എൻ്റെ മടിയിൽ നിന്ന് ഇറങ്ങി പോകാൻ തിരക്ക് കൂട്ടിയത് കേട്ടോ, ബബിളിക്കുട്ടൻ്റെ കൂടെ കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മീമിയൊക്കെ കൂട്ടി മാമൊക്കെ കൊണ്ടിട്ടാണ് കേട്ടോ ഇരിക്കണത്. അപ്പോൾ ഇനിയിപ്പോൾ ഉറങ്ങണതിൻ്റെ ഇടയിലൊരു അടിപിടിയൊക്കെ ആവാം, ഒരു സ്റ്റണ്ട് ആവാം എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ബബിളിക്കുട്ടൻ എന്തിനാണ് നീ എൻ്റെ പിന്നാലെ നടന്നിട്ട് എന്നെ ഇങ്ങനെ അടി കൂടണമെന്നൊക്കെ ചോദിച്ചിട്ട് നമ്മുടെ ബബിളിക്കുട്ടന് അവനെ ചെറുതായിട്ടൊക്കെ ഒന്ന് മിരട്ടുന്നുണ്ട് കേട്ടോ. പീക്കിരിക്ക് എങ്ങനെയെന്ന് അറിയോ, ചെറുതായിട്ടൊന്ന് മേലി വേദനിച്ചു കണ്ട് ദൂരെ പോയിരിക്കും കേട്ടോ. എന്നിട്ട് ഇങ്ങനെ നോക്കിയിട്ട് വീണ്ടും നമ്മുടെ ബബിളിക്കുട്ടൻ്റെ നേരെ അടിക്ക് ചെല്ലും കേട്ടോ. ബബിളിക്കുട്ടൻ പിന്നെ ക്ഷമിച്ച് വിടുകയാണ് കേട്ടോ, ചെറുതല്ലേ പോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മുടെ പീക്കിരിക്ക് അപ്പോൾ അതിനോടത്തോളം കളി കൂടുതലാണ് കേട്ടോ. അപ്പോൾ ബബിളിക്കുട്ടൻ ഉറങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെ കസേരയിൽ വന്നിട്ട് സമാധാനമായിട്ട് കിടക്കുന്നുണ്ട്. പീക്കിരിക്കുട്ടൻ എന്താ അടുത്തടിക്ക് വേണ്ടിയിട്ട് ശരീരം മിനുക്കി തുടച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ.